അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബികോം BBAയുടെ ഫസ്റ്റ് സെമസ്റ്റർ BA അറബിക് ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രിയിലെ കോമൺ അറബിക്കിൻ്റെ പേപ്പറായ മൗഹിബ എന്ന പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതിലെ ഒന്നാമത്തെ യൂണിറ്റിൽ 4 ചാപ്റ്ററുകളാണുള്ളത്. ഒന്ന് അമീറത്തുൽ ബിഹാരി സബ്അ, 7 ആകാശങ്ങളുടെ രാജ്ഞി, 7 കടലുകളുടെ രാജ്ഞി, അമീറത്തുൽ ബിഹാരി സബ്അ. രണ്ടാമത്തത് ഇയാസ് അൽ ഖാദി. 3 മഅൽ ഉലമാ, 4 ഖും ലിൽ മുഅല്ലിം. ഇങ്ങനെ 4 അധ്യായങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം. അൽ അമീറത്തുൽ ബിഹാരി സബ്അ, 7 ആകാശങ്ങളുടെ രാജ്ഞി. അമീർ എന്ന് പറഞ്ഞ രാജ്ഞി എന്നാണ് അർത്ഥം. ബിഹാർ എന്ന് പറഞ്ഞാൽ ബഹർ എന്നുള്ളതിൻ്റെ ജംആണ് ബിഹാർ, കടലുകൾ. അസ്സബ്അ 7 കടലുകളുടെ രാജ്ഞി. ബിഹാർ എന്ന് പറഞ്ഞാൽ കടൽ. ഓക്കെ. ഫിൽ മാലിൽ ബഈദ്, കുറേ കാലങ്ങൾക്ക് മുമ്പ്. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം എന്നാണ് അർത്ഥം. ഓക്കെ, ബഈദ് എന്ന് പറഞ്ഞാൽ അകലെ എന്നാണ് അർത്ഥം. കുറേ കാലങ്ങൾക്ക് മുമ്പ് കാന ഹുനാക ഫി ജസീറത്തിൻ ജമീലത്തിൻ വസ്തൽ ബഹ്രിൽ കബീറ. കാനത്ത് ഹുനാക ഉണ്ടായിരുന്നു, ജസീറത്തുൻ ജമീല മനോഹരമായ ഒരു ദ്വീപ്. മനോഹരം. ജസീറ എന്ന് പറഞ്ഞാൽ ദ്വീപ് എന്നാണ് അർത്ഥം. ദ്വീപിനാണ് ജസീറ എന്ന് പറയുന്നത്. വസ്തൽ ബഹരിൽ കബീറ, വലിയ കടലിൻ്റെ മധ്യത്തിൽ മനോഹരമായൊരു ദ്വീപുണ്ടായിരുന്നു. തഹ്കുമുഹ അമീറ ഇസ്മുഹ അമീറത്തുൽ ബിഹാരി സബ്അ, 7 ആകാശങ്ങളുടെ രാജ്ഞി എന്ന് പേരുള്ള ഒരു അമീറയായിരുന്നു, രാജ്ഞിയാണ് ആ ദ്വീപ് ഭരിച്ചിരുന്നത്. തഹ്കുമന് ഭരിക്കുക എന്നാണ് തഹ്കുമു എന്ന് പറഞ്ഞാൽ. കാലത്തിൽ ജസീറത്തു മുഅ്തദിലത്തൽ ജൗവ്. ജൗവ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ് അർത്ഥം. മുഅ്തദിലത്ത് എന്നാൽ ശാന്തമായ അന്തരീക്ഷം, അതായത് കൂടുതൽ ചൂടില്ലാത്ത എന്നാൽ കൂടുതൽ തണുപ്പും ഇല്ലാത്ത വളരെ മനോഹരമായ കാലാവസ്ഥ, അന്തരീക്ഷമുള്ള ദ്വീപായിരുന്നു അത്. തൂലസന, വർഷം മുഴുവൻ നല്ല സുന്ദരമായ കാലാവസ്ഥയുള്ള ദ്വീപാണ്. തക്സുഹ അൽ ഖാബാത്ത് അൽ ഖദ്റാ അൽ മലീഅ ബിൽ അശ്ജാരിൽ ഫവാക്കിഹ്. തക്സുഹ അൽ ഖാബാത്ത്, ആ ദ്വീപിനെ ചുറ്റി നിൽക്കുന്നു. തക്സു എന്ന് പറഞ്ഞാൽ അതിനെ മനോഹരമാക്കി വസ്ത്രം പോലെ നിൽക്കുന്നു. അൽ ഖദ്റ, പച്ച പിടിച്ച് നിൽക്കുന്ന കാട്. ഖാബത്ത് എന്ന് പറഞ്ഞാൽ കാടിനാണ് പറയാം. ഖദ്റ എന്ന് പറഞ്ഞാൽ പച്ച, ഗ്രീൻ. അൽ മലീഅതു ബിൽ അശ്ജാരിൽ ഫവാക്കിഹ്, ഫാക്കിഹത്തിന്റെ ജംആണ് ഫവാക്കിഹ്. പഴങ്ങളുടെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, പച്ച പിടിച്ച കാടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ദ്വീപായിരുന്നു അത്. കാന അഹ്ലുൽ ജസീറത്തി യഅമലൂന ബിസ്വൈദി സമക്, ദ്വീപുകാർക്ക് മത്സ്യത്തെ പിടിക്കാനുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ മത്സ്യത്തെ എങ്ങനെ പിടിക്കുക എന്നുള്ള അറിവുള്ള ഈ ദ്വീപുകാരൊക്കെ അങ്ങനെയായിരിക്കും. അവർക്ക് മത്സ്യം പിടിക്കാനുള്ള കഴിവുണ്ട്. മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിക്കാനും അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ മത്സ്യമായിരിക്കും അവരുടെ പ്രധാന ഭക്ഷണവും അവരുടെ ജീവിതോപാധിയൊക്കെ. കമാ കാനു യഗൂസൂന ഫി അഅമാക്കിൽ ബിഹാർ, കടലിൻ്റെ ആഴങ്ങളിൽ അവർക്ക് മുങ്ങാൻ കഴിയും. യബ്ഹസൂന അനിൽ ലുഅ്ലു, മുത്തുകളൊക്കെ അവർ അന്വേഷിച്ചുകൊണ്ട് കടലാഴിയിലേക്ക് മുങ്ങും. ലുഅ്ലു എന്നുള്ള മുത്തുകൾ. യബ്ഹസൂന എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ട്. വയജ്മഊന അൽ മഹാർ, അവർ നല്ല മൂല്യമുള്ള മുത്തുകളും അതുപോലെ മാണിക്യവും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടലിൽ നിന്ന് എടുക്കാൻ അവർക്ക് കഴിയും.
മഹാർ എന്ന് പറഞ്ഞാൽ ഈ ചിപ്പിക്കാണ് മഹാർ എന്ന് പറയാം. ഓക്കെ, മഹാർ ഈ മുത്തടങ്ങുന്ന ആ ഒരു ചിപ്പി കൂടെ ഉള്ള ആ ഒരു ഇതിനാണ് മഹാർ പറയാം. ഓക്കെ, അപ്പൊ ഈ ചിപ്പികൾ അവരൊരുമിച്ച് കൂട്ടും. അങ്ങനെയുള്ള ഒരു ദ്വീപുകാരായിരുന്നു അവര്. കാനത്ത് കാനത്ത് അമീറത്തുൽ ബിഹാരി സബ തസ്കുനു ഫി ഖസ്രിൻ ജമീലിൻ. അമീറത്തുൽ ബിഹാരി സബ എന്ന് പേരുള്ള ആ രാജ്ഞി മനോഹരമായൊരു ദ്വീപിൽ, ഒരു ഖസ്ർ എന്ന് പറഞ്ഞ കൊട്ടാരം, ഒരു ഖസ്റിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. തുഹൈത്തു ബിഹി അൽ അസ്ജാറു വൽ അസ്ഹാർ. ആ കൊട്ടാരത്തിന്റെ ചുറ്റും പൂക്കളും മരങ്ങളും ഒക്കെ ചുറ്റി നിൽക്കുന്നു. അഷ്ജാർ എന്ന് പറഞ്ഞാൽ ഷജറിന്റെ ജമാണ് അഷ്ജാർ, മരങ്ങൾ. അസ്ഹാർ സഹറിന്റെ ജമാണ് അസ്ഹാർ. ബുനിയൽ ഖസ്റു ഫൗഖ തെല്ലിൻ കബീരിൻ ഫി വസ്തിൽ ജസീറ. ബുനിയൽ ഖസ്റു, ഈ ഖസ്ർ നിൽക്കുന്നത്, അത് നിർമ്മിക്കപ്പെട്ടുള്ളത് ഫൗഖ തെല്ലിൻ, തെല്ല് എന്ന് പറഞ്ഞ ജബലാണ്, പർവ്വത മുകളിലാണ്. കബീരിൻ ഫി വസ്തിൽ ജസീറ, ദ്വീപിന്റെ മധ്യത്തിലുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് ഈ കൊട്ടാരം നിൽക്കുന്നത്. യുഹിബ്ബു അഹ്ലുൽ ജസീറ അമീറത്തഹും. ദ്വീപുകാരൊക്കെ അവരുടെ രാജ്ഞിയെ അതിയായി സ്നേഹിക്കുന്നവരായിരുന്നു. ലിഅന്നഹും തഖ്ദിമുഹും വതഹ്കുമു ബൈനഹും ബിൽ അദ്ൽ. കാരണം ലിഅന്നഹ, ഈ രാജ്ഞിയായിരുന്നു, തഖ്ദിമുഹും അവർക്ക് സേവനം ചെയ്യുമായിരുന്നു, വതഹ്കുമു ബൈനഹും ബിൽ അദ്ൽ അവർക്കിടയിൽ നീതിയുക്തമായിട്ട് വിധി നടപ്പിലാക്കുമായിരുന്നു. ഓക്കെ, നീതിപൂർവമായ ഭരണം നടത്തുന്നവളായിരുന്നു അവൾ. ലം യകുൻ അഹ്ലുൽ ജസീറത്തി യുശാഹിദൂനൽ ഖുറബാഅ ഗൈറ മറ വാഹിദ ഫി സന. ദ്വീപുകാര് വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ അപരിചിതരായ സ്ട്രേഞ്ചേഴ്സിനെ കാണാറുണ്ടായിരുന്നു. ഖുറബ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, യുശാഹിദൂന കാണുക, മറത്തം വാഹിദ ഒറ്റ തവണ, ഫിസന വർഷത്തിൽ. വദാലിക ഇൻദമാ തസൂറുഹും സഫീനത്തുൻ ളഖ്മത്തുൻ ഇസ്മുഹാ സഫീനത്തു തുജ്ജാർ. സഫീനത്തു തുജ്ജാർ എന്ന പേരുള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു കപ്പൽ അവരെ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് അവർ അപരിചിതരെ കാണുക. സഫീനത്തു തുജ്ജാർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ കപ്പൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു കപ്പൽ അവരുടെ നാട്ടിലേക്ക് വരും. അപ്പോൾ അവർക്ക് അപരിചിതരെ കാണാൻ കഴിയും. യഹ്ലുറു തുജ്ജാറു ഇലാ തിൽക്കൽ ജസീറത്തി മിൻ അമാകിനിൻ ബഈദ. അകല ദേശങ്ങളിൽ നിന്ന് കച്ചവടക്കാർ ഈ ദ്വീപിലേക്ക് എത്തും. ലിയുഅ്രിദു ബളാഇഅഹും അലാ അഹ്ലിൽ ജസീറ. അവരുടെ കച്ചവട വസ്തുക്കൾ, ബളാഇ എന്ന് പറഞ്ഞ കച്ചവട ചരക്കാണ്, അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും. അലാ അഹ്ലിൽ ജസീറ എന്നാണ് ദ്വീപുകാർക്ക്. മിസലൽ മലാബിസ്, വസ്ത്രങ്ങൾ പോലെ, വൽ ഉതൂർ, സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധങ്ങളൊക്കെ പോലെ. വലിയ യഷ്തുറു മിൻഹും ലുഅ്ലു. എന്നിട്ട് ഇവരിന്ന് എന്ത് ചെയ്യും? വലിയ യഷ്തുറു വാങ്ങാൻ വേണ്ടി, മിൻഹും അവരിൽ ലുഅ്ലു, ഇവരിൽ നിന്ന് മുത്തുകൾ മേടിച്ചുകൊണ്ട് വസ്ത്രങ്ങളും അത്തറുകളൊക്കെ അവർ കൊടുക്കും. കാന അഹ്ലുൽ ജസീറത്തി യഅരിഫൂനൽ മൗഇദ അല്ലദീ തുഹ്ദിറു ഫീഹി സഫീനത്തു മിൻ കുല്ലി സന. ഓരോ വർഷവും എപ്പോഴാണ് കപ്പൽ എത്തിച്ചേരുക എന്ന് ഇവർക്കറിയുമായിരുന്നു. കാന ആയിരുന്നു, അഹ്ലുൽ ജസീറത്തി ദ്വീപുകാർ, യഅരിഫൂന അറിയുന്നവരായിരുന്നു, അൽ മൗഇദ് ടൈം, അക്യുറേറ്റ് ടൈം, അല്ലദീ തഹ്ദുറു ഫീഹി സഫീന മിൻ കുല്ലി സന. ഓരോ വർഷവും കപ്പൽ എപ്പോഴാണ് എത്തിച്ചേരുക എന്ന് അവർക്ക് അറിയുമായിരുന്നു. ഖറജ സയ്യാദൂന ദാത യൗമിൻ മിൻ ബുയൂത്തിഹിം. ഖറജ സയ്യാദൂന, സയ്യാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിൻ്റെ അർത്ഥം വേട്ടക്കാരെന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മത്സ്യത്തെ പിടിക്കുന്ന ആൾക്കാണ് ഇവിടെ സയ്യാദ് എന്ന് പറയുന്നത്. ഈ മത്സ്യത്തെ പിടിക്കുന്ന ആൾക്കാർ പുറപ്പെട്ടു ദാത്തയോമിൻ, ഒരു ദിവസം, ഈ ബുയൂത്തിഹിം അവരുടെ വീട്ടിൽ നിന്ന്. വത്തജഹു ഇലാ മറാക്കിബിഹിം ശിറാഇയ്യ. മറാക്കിബുഹു ശിറാഇയ്യ എന്ന് പറഞ്ഞ ഒട്ടകത്തിനെയാണ് മറാക്കിബുഹും ശിറാഇയ്യ. അവരുടെ അസ്സഗീറ, ചെറിയ അവരുടെ ഒട്ടകപ്പുറത്ത് അവർ കയറിയിട്ട് പോയി. ലിയസ്താദു അസ്സമക, മത്സ്യം പിടിക്കാൻ വേണ്ടിയിട്ട്, മീൻ പിടിക്കാൻ വേണ്ടി. ഫജ്അതൻ, പെട്ടെന്ന്, സ്വഹ അഹദു റിജാൽ, അവരിൽ നിന്നുള്ള ഒരാൾ ഉറക്കോ ഒച്ചിട്ടു, ശബ്ദമിട്ടു. ഉന്നുറു, നോക്കൂ, ഹുനാ ഫത, ഇവിടെ ഏതാ ഒരു യുവാവ്, മുൽഖൻ അലാ റിമാലി ഷാത്തി, ഈ കടൽ തീരത്തെ മണലിൽ കിടക്കുന്നതാ.
ഹുവ മുഹ്മ അലൈഹി, അദ്ദേഹത്തിന് ബോധയില്ല. ഹുവ മുഹ്മൻ അലൈഹി വബിജാനിബിഹി ഖുത്അത്തു ഖശബിൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ മരത്തിൻ്റെ കഷ്ണമുണ്ട്. ഖശബ് എന്ന് പറഞ്ഞാൽ മരമാണ്. ഖശബ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഖുത്അത്ത് എന്ന കഷ്ണമാണ്. ഹമല സ്വയ്യാദുന ഫതൻ ഇല ഖസ്രി അമീറത്തുൽ ബിഹാരി സബ, അമീറത്തുൽ ബിഹാരി സബിയയുടെ കൊട്ടാരത്തിലേക്ക് യുവാക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോയി. അർസലത്തിൽ അമീറ ഇല തൊബീബ്, അമീറ ഡോക്ടർമാരെ അയച്ചു. ഫജാ അലി യുആലിജൽ ഫതൽ മുഹ്മ അലൈഹി, ബോധക്ഷമായി ബോധം ഇല്ലാതെ കിടക്കുന്ന യുവാവിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നു. യുആലിജ് എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുക എന്നാണ് അർത്ഥം. അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി. ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം, തഹസ്സനത്ത് സിഹത്തുൽ ഫത, യുവാവിൻ്റെ ആരോഗ്യം സ്ഥിരമായി. തഹസ്സന എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനായി വന്നു. തഹസ്സനത്ത് സിഹത്തു ഫത, യുവാവിൻ്റെ ആരോഗ്യം സുഖപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രോഗമൊക്കെ സുഖപ്പെട്ടിട്ട് ആരോഗ്യം നല്ല നിലയിലായി. ഫ അഖദൽ ജുനൂദ്, ജുനൂദ് എന്ന് പറഞ്ഞ സൈന്യം എന്നാണ്. ഫ അഖദ അൽ ജുനൂദ് ഇലൽ അമീറ, ഫ അഖദഹു, അദ്ദേഹത്തെ കൊണ്ടുപോയി, അൽ ജുനൂദ് സൈന്യം, ഇലൽ അമീറ, ജുന്ദിൻ്റെ ജമ്മാണ് ജുനൂദ്. ബഅദ അൻ ലബിസ അജ്മലുൽ മലാബിസ്, മനോഹരമായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട്. സഅലതുഹുൽ അമീറ, അമീറ ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? വമിൻ ഐന ഹദർത, നീ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അജാബൽ ഫത, ഈ യുവാവ് പറഞ്ഞു, അന അമീറു സൈനുസ്സമാൻ, ഞാൻ സൈനുസ്സമാൻ എന്ന് പറയുന്ന അമീറാണ്. ഇബ്നു മലിക് നുഅ്മാൻ, നുഅ്മാൻ രാജാവിൻ്റെ മകൻ. ഖറജ്തു മഅ അസ്ഹാബി ഇലാ റിഹ്ലത്തിൻ ബഹരിയ, ഒരു കടൽ യാത്രയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം പുറപ്പെട്ടതാണ്. ഹബ്ബത്ത് അലൈന ആസിഫത്തുൻ ഷദീദ, കഠിനമായ കൊടുങ്കാറ്റടിച്ചു. ആസിഫത്ത് എന്ന കൊടുങ്കാറ്റിനാണ് പറയുന്നത്. ഫതഹത്തമത്തി സഫീന, കപ്പൽ തകർന്നു. ലം ആരിഫ് മാ ഹദസ ബഅദ ദാലിക, അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഫതഹ്തു ഐനയ്യ ഫവജദ്തു നഫ്സി ഫി ഹാദിഹിൽ ജസീറ, ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞാൻ ഈ ദ്വീപാണ് കണ്ടത്. ഫതഹ്തു ഐനയ്യ, ഞാൻ എൻ്റെ ഇരു കണ്ണുകൾ തുറന്നു. ഫവജദ്തു നഫ്സി ഫി ഹാദിഹിൽ ജസീറ, ഈ ദ്വീപിൽ എൻ്റെ ശരീരം നിൽക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഖാലത്തിൽ അമീറ മർഹബൻ ബിക്, വെൽക്കം യു, ഇല ഹാദിഹിൽ ജസീറ, ഈ ദ്വീപിലേക്ക്. അയ്യുഹൽ അമീർ, ഓ അമീർ. ثم طلبت من الجنود أن يأخذوه إلى قصرها الأخضر. ثم طلبت من الجنود, പിന്നീട് സൈന്യത്തോട് ആവശ്യപ്പെട്ടു, അൻ യഅഖുദുഹു, അദ്ദേഹത്തെ കൊണ്ടുപോകാൻ, ഇലാ ഖസ്രിഹ അൽ അഖ്ളർ, അവളുടെ പച്ച നിറത്തിലുള്ള കൊട്ടാരത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. ലിയസ്കുന ഫീഹി, അവിടെ താമസിക്കാൻ വേണ്ടി. കാന ഖസ്റൻ ജമീലൻ, അത് മനോഹരമായൊരു കൊട്ടാരമായിരുന്നു. ഫീഹി ഹാരിസുൻ വ ഖാദിമുൻ, അവിടെ കാവൽക്കാരും പാറാവുകാരും സേവകരൊക്കെ ഉണ്ട്. ഹാരിസ് എന്ന് പറഞ്ഞാൽ കാവൽക്കാർക്കാണ്. ഹാരിസ് ഹുറാസ് എന്ന് പറയും. ഖാദിം എന്ന് പറഞ്ഞാൽ സേവകര, സെർവൻസനാണ് പറയാം ഖാദിം. ഖാദിമ് ഒക്കെ ഖാദിം, സേവകർ. മറത്ത് അയ്യാം, ദിവസങ്ങൾ കടന്നുപോയി. കാന അമീർ യഖ്റുജു ഫി സ്വബാഹി ലിയതജവ്വല ഫിൽ ജസീറ, ഈ ജസീറയിൽ ചുറ്റിക്കടങ്ങാൻ വേണ്ടിയിട്ട് അമീർ പുറപ്പെടുമായിരുന്നു. കാനൽ അമീർ യഖ്റുജു ഫി സ്വബാഹി, രാവിലെ പുറപ്പെടും, ലിയതജവ്വല, ചുറ്റിക്കടങ്ങാൻ വേണ്ടി, ഫിൽ ജസീറ, ദ്വീപിൽ. വയദ്ഹബു ഇല ഷാത്തിഇ, എന്നിട്ട് ദ്വീപിലേക്ക് പോകും. സുമ്മ യഊദു ഇലൽ ഖസ്രി ഫിൽ മസാഇ, വൈകുന്നേരം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരും. ദാത്ത യൗമിൻ കാന അമീറു യജ്ലിസു ഫൗക സഖറത്തിൻ അല ഷാത്തി, ഒരു ദിവസം കടൽ തീരത്തെ, ഷാത്തി എന്നാണ് തീരം എന്നാണ്, കോസ്റ്റ്, തീരത്തെ ഒരു പാറയുടെ മുകളിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സമിഅ റജുലൻ യുനാദി ബി സൗത്തിൻ, സമിഅ റജുലൻ, അന്നേരത്തെ ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു. യുനാദി, അദ്ദേഹം വിളിക്കുന്നു, ബി സൗത്തിൻ ആലിൻ, ഉറക്കെ. തിൽക സഫീനത്തുൻ ളഖ്മത്തുൻ ഖാദിമത്തുൻ ബി ബഈദ്, അതാ നിറഞ്ഞു നിൽക്കുന്ന കപ്പലിതാ അകലെ നിന്ന് വരുന്നു. സ്വാഹ റജുലു ആഖർ, മറ്റൊരു ആൾ വിളിച്ചു പറഞ്ഞു, ഹാദിഹി ലൈസത്ത് സഫീനത്തു തുജാർ, സഫീനത്ത് കപ്പൽ, ഇത് കച്ചവടക്കാരുടെ കപ്പലല്ലല്ലോ. കാല റജുലുൻ അജൂസ്, വൃദ്ധനായൊരു മനുഷ്യൻ പറഞ്ഞു, ഹാദിഹി സഫീനത്തുൻ ഗരീബ, ഇതൊരു സ്ട്രേഞ്ചറായ കപ്പലാണ്, ഇതിവിടെ വരാത്ത കപ്പലാണ്.
ലം ഉഷാഹിദ്ഹ മിൻ ഖബൽ, മുന്നേ ഇത് കണ്ടിട്ടില്ല. ഇഖ്തറബത്തി സഫീനത്തു മിനശാത്തി, കപ്പൽ തീരത്തോടടുത്തു. ഫസാഹൽ അമീർ, അന്നേരത്ത് ഈ അമീർ ഉറക്കെ ഒച്ചയിട്ടു. ഹാദിഹി സഫീനത്തു മിൻ ബിലാദി, ഇതെൻ്റെ നാടിൽ നിന്ന് വരുന്ന കപ്പലാണ്. വഖഫത്ത് സഫീന, കപ്പൽ നിന്നു. ഫഅസ്റഅ ഇലൈഹ അൽ അമീർ, അമീർ അവരിലേക്ക് ഓടി. ഇൻദമാ ഷാഹദ ഖായിദു സഫീന, കപ്പിത്താൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ, അൽ അമീറ, ഈ അമീറിനെ കണ്ടപ്പോൾ, ഖാല സയ്യിദി അൽ അമീർ, ഞങ്ങളുടെ നേതാവേ എന്ന് വിളിച്ചു. ഓ സയ്യിദ്, രാജാവിനെ വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്ന രീതിയാണ്. സയ്യിദി അൽ അമീർ, അൽഹംദുലില്ലാഹി അലാ സലാമതിക്, അങ്ങ് രക്ഷപ്പെട്ടതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ബഹസ്ന അൻക ഫീ കുല്ലി ബിഹാർ, എല്ലാ കടലുകളിലും ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു. ഫലം നജിദ്ക, അങ്ങയെ ലഭിച്ചില്ല. സയകൂനു വാലിദുക അൽ മലിക് സഈദൻ, നിങ്ങളുടെ പിതാവ് രാജാവ് സന്തുഷ്ടനാകും. ഇൻദമാ തഊദു മഅന, നിങ്ങൾ ഞങ്ങളോട് കൂടെ വരുമ്പോൾ. ഖളാ ഖായിദു സഫീനത്തിൽ ബിഹാർ അയ്യാമൻ, ഖളാ ഖായിദു സഫീന, ഈ കപ്പലിൻ്റെ ഖായിദ്, കപ്പിത്താൻ, വൽ ബിഹാറത്ത്, ബിഹാറത്ത് എന്ന് പറഞ്ഞ കപ്പലിലുള്ള യാത്രക്കാരും നിന്നു. അയ്യാമൻ, ദിവസങ്ങളോളം. ഫിൽ ജസീറത്തി, ദ്വീപിൽ. സുമ്മ ഇസ്തഅദ്ദു ലിസ്സഫർ, പിന്നീട് അവർ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. അതാണ് തയ്യാറാവുക. ഫഖറജത്തിൽ അമീറ വ അഹ്ലുൽ ജസീറത്തി ലിയുവദ്ദിഉ അൽ അമീർ, അന്നേരത്ത് ഈ രാജ്ഞിയും ദ്വീപുകാരും അദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടി വന്നു. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, അങ്ങനെ ലിയുവദ്ദിഉ, അദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടി. ഇൻദമാ തഹറക്കത്തി സഫീന, കപ്പലെടുത്തപ്പോൾ, തഹറക്ക എന്നാണ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ, ഹസിനത്തിൽ അമീറ, രാജ്ഞിക്ക് ദുഃഖമായി. വബക്ക അഹ്ലുൽ ജസീറ, ദ്വീപുകാരെല്ലാം കരഞ്ഞു. ബക്ക, കരഞ്ഞു, അഹ്ലുൽ ജസീറ, ദ്വീപുകാർ. ബഅദ ഖംസത്തി അശ്ഹുർ, 5 മാസങ്ങൾക്ക് ശേഷം, വസലത്ത് സഫീനത്തുൻ ലഹ്മ, നിറഞ്ഞു നിൽക്കുന്ന ഒരു കപ്പൽ വന്നു. ഇലൽ ജസീറത്തി, ദ്വീപിലേക്ക്. ഫഖറജത്തിൽ അമീറ വ അഹ്ലുൽ ജസീറ ലിഇസ്തിഖ്ബാലിഹ, രാജ്ഞിയും ദ്വീപുകാരുമെല്ലാം അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഇസ്തിഖ്ബാൽ എന്നാണ് വെൽക്കം ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ. നസല മിന സഫീനത്തി അൽ അമീർ സൈനുസ്സമാൻ, ആ കപ്പലിൽ നിന്ന് 5 മാസങ്ങൾക്ക് മുമ്പ് പോയ സൈനുസ്സമാൻ ഇറങ്ങി. വാലിദുഹു അൽ മലിക്, അദ്ദേഹത്തിന് പിതാവായ അൽ മലിക്, അൽ മലിക് എന്ന് പറഞ്ഞാൽ മലിക്കുൻ നുഅ്മാൻ രാജാവും ഇറങ്ങി. വാലിദത്തുഹുൽ മലിക, രാജ്ഞിയായ അവൻ്റെ മാതാവും ഇറങ്ങി. ഷക്കർ അൽ മലിക് അൽ അമീർ, ഷക്കർ അൽ മലിക്കു അൽ അമീറ, ഈ അമീറത്തുൽ ബിഹാരി സബഅക്ക് ഈ രാജാവ് നന്ദി പറഞ്ഞു. സുമ്മ സഅലഹ, പിന്നീട് അവനോട് ചോദിച്ചു, ഹൽ തതസവ്വജീന വലദി, നിങ്ങൾ എൻ്റെ മകനെ വിവാഹം കഴിക്കുമോ? നളർത്തിൽ അമീറ ഇലാ സൈനുസ്സമാൻ, അമീറ സൈനുസ്സമാനെ നോക്കി. സുമ്മത്ത്, പിന്നീട് അവൾ പുഞ്ചിരിച്ചു. അഖാമത്തിൽ ജസീറ ഹഫ്ലാത്തിൻ കബീറ ലിൽ അറൂസൈൻ, ഈ 2 വധൂവരന്മാർക്ക് ദ്വീപുകാരെല്ലാം ആഘോഷങ്ങൾ ഒരുക്കി. അഖാമ എന്ന് പറഞ്ഞാൽ നടത്തി എന്നാണ് അർത്ഥം. ജസീറ, ദ്വീപുകാർ. ഹഫ്ലത്ത് എന്ന് പറഞ്ഞാൽ ആഘോഷം, ഹഫ്ലാത്ത് എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ, ഫെസ്റ്റിവൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹഫ്ലത്ത്, ഹഫ്ലാത്ത്. ബഅദ അയ്യാമിൻ, ദിവസങ്ങൾക്ക് ശേഷം, ഗാദർ അൽ മലിക്കു, രാജാവ് പോയി, നുഅ്മാൻ രാജാവ് പോയി. വൽ മലിക്കത്തുൽ ജസീറ, അതുപോലെ ജസീറയുടെ ദ്വീപും, അല്ല, ഈ രാജാവും രാജ്ഞിയും പോയി. അതായത് മലിക്കുൻ നുഅ്മാൻ, സൈനുസ്സമാന്റെ പിതാവും മാതാവും പോയി. വതറക്കഹ അൽ അമീറു മഅ സൗജത്തിഹി അൽ അമീറ, അമീറിനെ, സൈനുസ്സമാനെയും അമീറത്തുൽ ബിഹാരി സബഅയും അവിടെ ബാക്കിയാക്കി. ഓക്കെ. അപ്പോൾ ഈ അമീറത്തുൽ ബിഹാരി സബഅയുടെ ഭർത്താവായിട്ട് സൈനുസ്സമാനെ അവിടെ ബാക്കിയാക്കി ആ കപ്പൽ സംഘം തിരിച്ചുപോയി. അൽ മുഖ്താറത്ത് മിൻ വഹിബുൽ അറബിയ എന്ന് പറയുന്ന പുസ്തകത്തിനടുത്തുള്ള സ്റ്റോറിയാണിത്. ഓക്കെ. ഈ കഥയുടെ ഡിഗ്രി ബികോം BBAയുടെ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത്തരം ഒരു ചെറിയ സ്റ്റോറി കൊടുത്തതിൻ്റെ ഉദ്ദേശം,
അത് സെൻറ്റൻസുകളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നാണ്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് രൂപപ്പെടുന്നത്, ഇതിൽ നിന്ന് ഒരുപാട് വെക്കാബുലറി ഉണ്ടാക്കാൻ പറ്റും. ഈ പദങ്ങൾ എങ്ങനെ ചേർത്തു, ഇതിൽ ഇസ്മ എന്താണ്, ഫിയൽ എന്താണ്, ഹർഫ് എന്താണ്, ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. അമീറത്തുൽ ബിഹാരി സഭ, ഇതിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, മത്താ യുഷാഹിദ് അഹ്ലുൽ ജസീറ അൽ ഖുറബ, എപ്പോഴാണ് ഈ ദ്വീപുകാർ അപരിചിതരെ, ഗരീബ് എന്നുള്ള പദത്തിൻ്റെ ജം ആണ് ഖുറബ. ഓക്കെ, എപ്പോഴാണ് ഈ ദ്വീപുകാർ അപരിചിതരെ കണ്ടിരുന്നത്? യുഷാഹിദു അഹ്ലുൽ ജസീറ, ദ്വീപുകാർ കാണും. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മത്ത എന്നുള്ളതിന് ശേഷം മത്ത എപ്പോൾ യുഷാഹിദു അഹ്ലുൽ ജസീറ അൽ ഖുറബ, ദ്വീപുകാരെപ്പോഴാണ് അഹ്ലുൽ ജസീറ അല്ല അപരിചിതരെ കാണുക. മത്ത ഒഴിവാക്കിയ സെൻറ്റൻസിൻ്റെ തുടക്കമായി യുഷാഹിദു അഹ്ലുൽ ജസീറ അൽ ഖുറബ, ദ്വീപുകാർ അപരിചിതരെ കാണും. മറത്തം വാഹിദ ഫിസന, വർഷത്തിലൊരു തവണ. എന്തമ യസൂറുഹും സഫീനത്തു തിജാറ, കച്ചവടക്കാരുടെ കപ്പൽ അവരെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത്രയാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാദാ ഹദസ ലിൽ അമീർ സൈനുസ്സമാൻ ഇൻദമാ കാന ഫി റിഹ്ല അൽ ബഹരിയ, കടൽ യാത്രയുടെ സമയത്ത് സൈനുസ്സമാന് എന്താണ് സംഭവിച്ചത്? മാദാ ഹദസ്, എന്ത് സംഭവിച്ചു? ലിൽ അമീർ സൈനുസ്സമാൻ, സൈനുസ്സമാനിക്ക്, ഇൻദമാ കാന ഫി റിഹ്ലത്തിൽ ബഹരിയ, കടൽ യാത്രയിലായിരിക്കുമ്പോൾ. അതിൻ്റെ ആൻസർ, ഹബ്ബത്ത് അലൈഹിം ആസിഫത്തുൻ ഷദീദ, കൊടുങ്കാറ്റടിച്ചു. ഹബ്ബത്ത് അലൈഹിം എന്ന് പറഞ്ഞാൽ അവർക്ക് മേൽ വീശിയടിച്ചു. ആസിഫത്തുൻ ഷദീദ, ശക്തമായ കാറ്റ്. വസഖത്തൽ അമീറു മിനസ് സഫീന ഇലൽ ബഹർ, അമീർ വീണു. മിനസ് സഫീനത്തി, കപ്പലിൽ നിന്ന് ഇലൽ ബഹരി, കടലിലേക്ക്. ഇതാണ് സംഭവിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൈഫ ഇസ്തഖ്ബലത്തിൽ അമീറത്തു സൈനുസ്സമാൻ, അമീറത്ത് രാജ്ഞി എങ്ങനെയാണ് സൈനുസ്സമാനെ സ്വീകരിച്ചത്? ഇസ്തഖ്ബലത്തിൽ അമീറ സൈനുസ്സമാൻ യലീഖു ലി അമീരിൻ അദീമിൻ, ഇസ്തഖ്ബലത്ത് സ്വീകരിച്ചു, അല്ല അമീറത്തു, അമീറ സൈനുസ്സമാനെ സ്വീകരിച്ചു. അവിടെ ഇസ്തിഖ്ബാലൻ എന്നുകൂടി കൊടുക്കണം. ഇസ്തിഖ്ബാലൻ യലീഖു ലി അമീരിൻ അദീമിൻ, ഒരു ഉന്നതനായ അമീറിനോട് യോജിച്ച ഒരു സ്വീകരണം കൊടുത്തു. ഓക്കെ, ഇദ്ദേഹം അമീറാണെന്ന് ബോധ്യപ്പെട്ട സമയത്ത് ഒരു കൊട്ടാരവും കൊട്ടാരത്തിൽ പരിചാരകരൊക്കെ നൽകിയല്ലോ. അപ്പോൾ ഇസ്തഖ്ബലത്തിൽ അമീറത്തു സൈനുസ്സമാൻ ഇസ്തിഖ്ബാലൻ യലീഖു ലി അമീരിൻ അദീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈഫ കാനൽ അമീറു യഖ്ളി യൗമഹു ഫിൽ ജസീറ, ഇദ്ദേഹം എങ്ങനെയാണ് ദ്വീപിൽ അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ ചെലവഴിച്ചിരുന്നത്? അൽ അമീറു യഖ്റുജു ഫി സ്വബാഹി ലിയതജവ്വല ഫിൽ ജസീറ, അൽ അമീറു യഖ്റുജു പുറപ്പെടും, ഫി സ്വബാഹി രാവിലെ, ലിയതജവ്വല ഫിൽ ജസീറ ദ്വീപിലൂടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി. വയദ്ഹബു ഇല ഷാത്തിഇ, കടൽ തീരത്തേക്ക് പോകും. സുമ്മ യഊദു ഇലൽ ഖസ്രി മസാഅൻ, വൈകുന്നേരം കൊട്ടാരത്തിലേക്ക് പോകും. ഇതായിരുന്നു അദ്ദേഹം ആ ദ്വീപിലായിരുന്നപ്പോൾ ചെയ്തിരുന്നത്. അഞ്ചാമത്, മാദാ ശക്കറൽ മലിക്കു അൽ അമീറ ലിമാദ, എന്തുകൊണ്ടാണ് നോൾമാൻ രാജാവ് രാജ്ഞിക്ക് നന്ദി പറഞ്ഞത്? ശക്കറൽ മലിക്കു അൽ അമീറ ലിഅന്നഹ ഇസ്തഖ്ബലത് വലദഹു വഅഅതാ ലഹു ഇലാജൻ ജയ്യിദൻ വഅതബറതുഹു അമീറൻ ളൈഫൻ ഫി ജസീറതിഹ. ശക്കറൽ മലിക്കു, നോൾമാൻ രാജാവ് നന്ദി പറഞ്ഞു, അൽ അമീറ, അമീറക്ക്, ലിഅന്നഹ ഇസ്തഖ്ബലത് എന്നുണ്ടാവും, കാരണം അവൾ സ്വീകരിച്ചു, വലദഹു തൻ്റെ മകനെ, വഅഅതാ ലഹു അദ്ദേഹത്തിന് നൽകി, ഇലാജൻ ജയ്യിദ നല്ല ചികിത്സ നൽകി, വഅതബറതുഹു അവൾ പരിഗണിച്ചു, അമീറൻ ളൈഫൻ ഒരു അതിഥിയായ അമീറായിട്ട് പരിഗണിച്ചു, ഫി ജസീറത്തിഹ തൻ്റെ ദ്വീപിലേക്ക്, തൻ്റെ ദ്വീപിലേക്ക് അതിഥിയായി വന്നിട്ടുള്ള ഒരു അമീർ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് നല്ല ചികിത്സയും നല്ല സ്വീകരണവും നൽകി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ലിമാദ ഇബ്തസമത്തിൽ അമീറത്തു, രാജ്ഞി എന്തുകൊണ്ടാണ് പുഞ്ചിരിച്ചത്? ഇബ്തസമത്തിൽ അമീറ ബിഫറഹൈൻ,
സന്തോഷം കൊണ്ടാണ് രാജ്ഞി പുഞ്ചിരിച്ചത്. ലിഅന്നഹാ സൗഫ യതസവ്വജു അമീറൻ യലീഖു ബിഹാ, കാരണം അവൾ തനിക്ക് ഏറ്റവും ലിഅന്നഹ നിശ്ചയം അവൾ സൗഫ യതസവ്വജ് അവൾ വിവാഹം കഴിക്കും അമീറൻ ഒരു അമീറിനെ യലീഖു ബിഹ അവൾക്ക് യോജിച്ച. അപ്പോൾ അവൾക്ക് യോജിച്ച ഒരു അമീറിനെ വിവാഹം കഴിക്കും എന്ന് ഉള്ള അറിവ് കൊണ്ട് സന്തോഷം കൊണ്ടാണ് അവൾ പുഞ്ചിരിച്ചത്. ഖുലാസത്തുൽ ഖിസ്സത്തുൽ അമീറ. ഈ ചാപ്റ്ററിൽ നമുക്ക് വരാവുന്ന ഒരു ചോദ്യമാണ് ഈ ചാപ്റ്ററുടെ സമ്മറി എന്നുള്ളത്. ഒക്കെ വളരെ ലളിതമായിട്ട് കുറഞ്ഞ സെൻറ്റൻസിൽ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഖുലാസത്തുൽ ഖിസ്സത്തുൽ അമീറത്തുൽ ബിഹാരി സബ. ഒന്ന്, കാന ഫിൽ ജസീറത്തി ആഷത്ത് അമീറത്തുൻ ഇസ്മുഹ അൽ അമീറത്തുൽ ബിഹാരി സബ. കാന ഫി ജസീറത്തിൻ ഒരു ദ്വീപിലുണ്ടായിരുന്നു. കാന ഫി ജസീറത്തിൻ ആഷത്ത് അമീറത്തുൻ ഒരു ദ്വീപിൽ ജീവിച്ചിരുന്നു. അമീറത്തുൻ ഒരു രാജ്ഞി. ഇസ്മുഹ അൽ അമീറത്തുൽ ബിഹാരി സബ അവളുടെ പേര് അമീറത്തുൽ ബിഹാരി സബ എന്നായിരുന്നു. വക്കാന നാസു യഈശൂന ഫിഹാ ബി അംനി വസലാമിൻ ജനങ്ങളെല്ലാം അവിടെ നിർഭയത്വത്തോടുകൂടെയും സുരക്ഷിതത്വത്തോടുകൂടെയും ജീവിച്ചിരുന്നത്. മൂന്നാമത്തെ, താത്ത യൗമിൻ റഅന്നാസു ഫതൻ മുൽഖൻ അലാ റിമാരി ഷാത്തിഇൽ ബഹർ ഒരു ദിവസം ജനങ്ങൾ കടൽ മണൽപ്പരപ്പിൽ ഒരു യുവാവ് കിടക്കുന്നത് കണ്ടു. കാലത്തിൽ അമീറ രാജ്ഞി പറഞ്ഞു, അൻ യഹ്മിലഹു ഇലൽ മുസ്തഷ്ഫ വയുആലിജഹു അവനെ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും വയുആലിജഹു അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാൻ വേണ്ടിയും പറഞ്ഞു. കാലത്തിൽ അമീറ അൻ യഹ്മിലഹു അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഇൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക് വയുആലിജഹു അദ്ദേഹത്തെ ചികിത്സിക്കാൻ. നെക്സ്റ്റ്, ലമ്മ ഷഫ മറലഹു രോഗം ഭേദമായപ്പോൾ അലിമന്നാസു അന്നഹു അമീറു മിൻ ജസീറത്തിൻ ഉഖ്റ മറ്റൊരു ദ്വീപിലെ അമീറാണ് അദ്ദേഹം എന്ന് ജനങ്ങൾക്ക് അറിഞ്ഞു. ഇസ്മുഹു സൈനുസ്സമാൻ അദ്ദേഹത്തിൻ്റെ നാമം സൈനുസ്സമാൻ എന്നാണ്. ദാത്ത യൗമിൻ ജാഅത്ത് സഫീനത്തുൽ യദ്ഹബ ബിഹി ഇലാ ബലദിഹി ദാത്ത യൗമിൻ ഒരു ദിവസം ജാഅത്ത് സഫീനത്തുൻ ഒരു കപ്പൽ വന്നു ലിയദ്ഹബ ബിഹി ഇലാ ബലദിഹി തൻ്റെ നാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി. ഫഹസിന നാസു ജനങ്ങളെല്ലാം ദുഃഖിതരായി. വലാക്കിൻ എങ്കിലും വദ്ദഅഹു അദ്ദേഹത്തെ യാത്രയാക്കി കമാ യലീഖുലി അമീർ ഒരു രാജാവിന് വേണ്ട രൂപത്തിലുള്ള യാത്രയപ്പ് അവർ നൽകി. ബഅദ ബിളഅത്തി അശ്ഹുരിൻ ഏതാനും മാസങ്ങൾക്ക് ശേഷം ജാ അൽ അമീറു മഅ ആബാഇഹി ഇലൽ ജസീറ അമീർ തൻ്റെ മാതാപിതാക്കളോടുകൂടെ ദ്വീപിലേക്ക് വന്നു. വഅഅതൽ മലിക്കത്ത് ഹദായ കസീറ രാജ്ഞിക്ക് ഒരുപാട് ഹദിയകൾ കൊടുത്തു. വബഅദ അയ്യാമിൻ ദിവസങ്ങൾക്ക് ശേഷം തസവ്വജൽ അമീറു അൽ അമീറ ഈ അമീറയെ വിവാഹം കഴിച്ചു. അൽ ബിഹാരി സബ അൽ അമീറത്തുൽ ബിഹാരി സബ അവളെ വിവാഹം കഴിച്ചു. വആശൽ അമീറു വൽ അമീറ മഅൻ ബിസആദത്തിൻ വശുറൂർ അമീറും അമീറയും സന്തോഷത്തോടു കൂടെ ജീവിച്ചു. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി. ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.